അപ്പോൾ ഇന്നത്തെ നമ്മളെ കലാപരിപാടി ഈ കാണുന്ന ചിത്രത്തിലുള്ള മോമോസ് ഉണ്ടാക്കലാണ്. ഇതെനിക്ക് ഗൂഗിൾ അമ്മാവൻ തന്ന ഫോട്ടോയാട്ടോ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ 3 കപ്പ് മൈദമാവ് എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പാത്രത്തിലോട്ട്. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റുകളും ലൈക്കും ഷെയറും ഒക്കെ തന്ന് ഞങ്ങളെ വിജയിപ്പിക്കണേ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് കുഴക്കുന്നത്. നന്നായിട്ട് കുറച്ച് പച്ചവെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ച് കൊടുത്തു. ഈ കുപ്പി കാണുന്നത് ഇതിൽ പാത്രം കഴിക്കുന്ന ലിക്വിഡ് ഒന്നുമല്ല, ഇത് ശുദ്ധ വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് കയ്യിലാക്കിയിട്ട് നന്നായിട്ട് മൈദമാവ് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിനെ മാറ്റി വെച്ചു. പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അരിഞ്ഞ ചിക്കൻ, മല്ലിച്ചപ്പ്, ഉള്ളി, മാഗി ക്യൂബ്, നെയ്യ്, ഇത്രയാണ് വേണ്ടത്. പിന്നെ നമ്മൾ പാൻ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് പാൻ വെച്ചു. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ്, നമ്മൾ ആവശ്യത്തിന് നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു പുകച്ചിലൊക്കെ വരുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് സ്പീഡായിപ്പോയിന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് ലോ ആക്കിയതിന് ശേഷം മാഗി ക്യൂബ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ ചെറുതായി ഒന്ന് കരിഞ്ഞ പോലെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നമ്മൾ അടുത്തയച്ചല്ലേ. പിന്നെ നമ്മൾ ഇതുപോലെ ചിക്കൻ കുനുകുനാന്നരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയിലിട്ടുകൊണ്ട് ചിക്കൻ ഇതുപോലെ അടിച്ചെടുക്കാറുണ്ട്, പക്ഷേ അതെനിക്കൊരു തൃപ്തി തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ കത്തി വെച്ചതിന് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പുകഞ്ഞു വന്നിരുന്ന അന്തരീക്ഷമൊക്കെ വളരെ ശാന്തമായി. അതാ പറയുന്നത്, എല്ലാം ശരിയാവും. എന്തായാലും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ അടുക്കളയിൽ കയറുമ്പോൾ ഇതേപോലെ പുകച്ചിലും പൊട്ടലൊക്കെ ഉണ്ടാവാറുണ്ടോ? ഒക്കെ സ്വാഭാവികമാണ്, അതൊന്നും കുഴപ്പമില്ല, ഒക്കെ ശരിയാവും. പിന്നെ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന മല്ലിച്ചപ്പും അതുപോലെ തന്നെ ഉള്ളിയും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും നന്നായിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ചിക്കനും അതുപോലെ ഉള്ളിയും അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും ഒക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് മാഗി ക്യൂബും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ കുറച്ചിട്ട് കൊടുത്തിരുന്നു ആദ്യത്തിൽ. പിന്നെ ഇതെല്ലാം മിക്സ് ചെയ്യുമ്പോൾ ഒരു വട്ടം കൂടി നമ്മൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് കുരുമുളകിൻ്റെ പൊടിച്ച പൊടി ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ എരിയുടെ ആവശ്യാനുസരണമാണ്. എരി ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇടുക, അല്ലാത്തവർക്ക് അത് കുറച്ചോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. എരി ഇഷ്ടമില്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഒരു പാത്രത്തിൻ്റെ അടുപ്പെടുത്ത് അല്ലെങ്കിൽ ഒരു കുപ്പിയുടെ അടുപ്പെടുത്തിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കി വെച്ചിരുന്ന ബൗളാക്കി വെച്ചിരുന്ന മാവ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ഇതുപോലെ മസാലകൾ നിറക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഇതുപോലെ കൊതാന്ന് പറഞ്ഞിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പല ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു ഓട്ട ഉള്ള പാത്രത്തിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം അതിലേക്ക് ഇതൊക്കെ വെച്ചിട്ട് ആവിയിൽ വേവിക്കാനാണ് എൻ്റെ പരിപാടി. എന്തായാലും ഗൂഗിൾ അമ്മാവൻ കാട്ടിത്തന്ന ഫോട്ടോയിലുള്ള പോലെ ഒന്നുമല്ല, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലേ, അതിൻ്റെ വ്യത്യാസമൊക്കെ കാണും. എന്നിട്ട് ഇതുപോലെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പാത്രം ഇറക്കി വെച്ചിട്ട്
ഒരു മൂടി വെച്ചിട്ട് അടക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് കുറച്ച് നേരങ്ങൾക്ക് ശേഷം അത് തുറന്ന് നോക്കിയപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3 to 5 മിനിറ്റ്സ് ആണ് ഇതിന് വേവാനെടുത്ത സമയം. ഇതാണ് നമ്മളെ മോമോസ്. അപ്പോൾ നമ്മൾ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാണ് ചെയ്യുന്നത്. എണ്ണ തേച്ചുകൊണ്ട് പാത്രത്തിൽ ഒട്ടുകയുമില്ല. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.